നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ. ഞാൻ നേരത്തെ ഒരു സൗജന്യ ഷോപ്പ് തുടങ്ങുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഷോപ്പ് എടുക്കുകയും ആ ഷോപ്പിന്റെ പണികളൊക്കെ ഏകദേശം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ ചെയ്തതിന് ശേഷം പല ആൾക്കാർ എന്നെ വിളിക്കുകയും ഈ ഷോപ്പ് എവിടെയാണെന്നും എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ചോദിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ മറുപടി പറയുന്നത്. ഈ വരുന്ന 25 ഉത്രാടം നാളിൽ രാവിലെ 10 മണിക്ക് ഈ ഷോപ്പ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചാത്തന്നൂർ SN കോളേജ് ജംഗ്ഷനാണ്. നമ്മൾ ചാത്തന്നൂരിൽ നിന്ന് കോതേരി ജംഗ്ഷനിൽ വന്നിട്ട് അവിടുന്ന് SN കോളേജിലോട്ട് പോകുമ്പോൾ ഒരു ആൽമരമുണ്ട്. ആൽമരത്തിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ടാണ് ഇത് ഈ സ്ഥാപനം. അതിന്റെ ബോർഡെല്ലാം ഞാൻ സ്ഥാപിച്ചു കഴിഞ്ഞു. ഷോപ്പും ഏകദേശം എല്ലാം ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ആൾക്കാർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തുടങ്ങി. കുറേ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും ധാരാളം സാധനങ്ങൾ കൊണ്ടുവരാമെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വീട്ടിലില്ലാത്ത സാധനങ്ങളെ കുറിച്ചൊക്കെ ഒരു ലിസ്റ്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് ഒരു TV വേണം, ചിലവർക്ക് ഫ്രിഡ്ജ് വേണം, ചിലർക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു സൈക്കിള് വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് വീടുകളിലും വേസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ അത് ഉപയോഗപ്രദമായിട്ടുള്ള സാധനങ്ങളാണ്. അത് മറ്റുള്ളവർക്ക് വിറ്റ് കഴിഞ്ഞാൽ പോലും വലിയ തുകയൊന്നും കിട്ടില്ല. പക്ഷേ അത് ഇവിടെ കൊണ്ട് എത്തിക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉള്ളവരുടെ കരങ്ങളിൽ തന്നെ എത്തുന്നതാണ്. ഇതാണ് നമ്മളുടെ ഷോപ്പ്. ഇതിന്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ആൾക്കാർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കുറെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഷോപ്പിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇപ്പോൾ തന്നെ കുറെ നല്ല ഡ്രസ്സുകൾ നമ്മളിവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ, അതുപോലെ ടീഷർട്ടുകൾ, ചുരിദാറുകൾ, അങ്ങനെ പാൻസ്, സാരികൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുതന്നത് ഇപ്പൊ തന്നെ പുതിയ പുതിയ സാരികളാണ്. ഇത് ഓരോരുത്തർ കടയിൽ നിന്നും വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. അതുപോലെ തന്നെ ടീഷർട്ടുകൾ, ഇനിയും ഒരുപാട് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ നല്ല നല്ല സുമനസ്സുകൾ സാധനങ്ങൾ ഇവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആവശ്യക്കാർ ധാരാളം പേര് അറിഞ്ഞു കേട്ട് ഷോപ്പ് തേടി വരാറുണ്ട്. അവർക്ക് ഇന്ന ഇന്ന സാധനങ്ങൾ വേണമെന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ നമ്മളുടെ അവൈലബിലിറ്റി അനുസരിച്ച് കൊണ്ടുവരുന്നതനുസരിച്ച് അവർക്ക് കൊടുക്കാമെന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങളൊക്കെ രജിസ്റ്റർ കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടും ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇപ്പോഴും ഉള്ളത്. ഇന്നിപ്പോൾ ഒരു TV ചോദിച്ചുകൊണ്ട് ഇന്നൊരു ആൾ വന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു TV വാങ്ങുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു പഴയ TV, ഈ പഴയ നമ്മുടെ ജങ്ക് TVകളൊക്കെ ഉണ്ടല്ലോ, വർക്ക് ചെയ്യുന്ന TVകൾ പലതും പല ആൾക്കാരുടെ വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട. അപ്പോൾ അത്തരത്തിലുള്ള TVകൾ അതൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അത് ആവശ്യക്കാരുടെ കൈകളിൽ തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു സംരംഭം ഇത്രയും എൻക്വയറി വന്ന സ്ഥിതിക്ക് ഒരു വലിയ വിജയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആവശ്യക്കാർക്ക് എപ്പോഴും വേണമെങ്കിലും ഇവിടെ വരാം. ഇവിടെ രാവിലെ മുതൽ ഈ ഷോപ്പ് തുറന്നിരിക്കും. നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് പറഞ്ഞാൽ മതി. അതിവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കൊണ്ടുപോകാം. അല്ലാതെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ അത് ആൾക്കാർ കൊണ്ടുവരുന്നതനുസരിച്ച് നിങ്ങളുടെ വിളിച്ചറിയിക്കുകയും നിങ്ങൾക്കത് തരികയും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. ഒരുപാട് ആൾക്കാർ നമ്മളെടുത്ത് പല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനമായിട്ട് സമീപിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നന്ദി അറിയിക്കുന്നു. നേരത്തെ ഞാൻ ഇട്ട വീഡിയോ കണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് അപ്പുറത്തുള്ള പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വിളിക്കുകയും അവർ സാധനങ്ങളൊക്കെ കൊറിയറായിട്ട് അയച്ചു തരാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെയൊക്കെ ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അഡ്രസ്സ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വർക്കിംഗ് ആയിട്ടുള്ള പല ഉപകരണങ്ങളും അവരുടെ വീട്ടിലുണ്ടെന്നും, മിക്സി, അതുപോലെ ഗ്രൈൻഡർ മെഷീൻ, അതുപോലെ പഴയ സൈക്കിളുകൾ, അങ്ങനെ പല ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ, യൂസർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നു. ഇതൊക്കെ മറ്റുള്ള ജില്ലകളിൽ നിന്ന് ആൾക്കാർ കൊറിയറായിട്ടൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ എന്ത് സാധനങ്ങൾ വന്നാലും
അത് ആവശ്യക്കാരുടെ കൈകളിൽ, അതായത് ആവശ്യക്കാർ എന്ന് വെച്ചാൽ എല്ലാവരും ആവശ്യക്കാരാണ്, ഇത് മേടിക്കാൻ കഴിവില്ലാത്ത അത്രയും സാമ്പത്തികമായി ബുദ്ധിമുട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കരങ്ങളിൽ തന്നെ കൃത്യമായിട്ട് ഇത് എത്തിച്ചേരും. തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ആരാണോ ഈ സാധനങ്ങൾ തരുന്നത് അവർക്കായിരിക്കും അതിൻ്റെ പുണ്യം കിട്ടുന്നത്, അത് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇത് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരുടെ കയ്യിലും ഇത് എത്തിക്കുക. കാരണം പല ആൾക്കാരുടെ കയ്യിലും ഇത്തരത്തിലുള്ള ഉപയോഗപ്രദമായിട്ടുള്ളതും മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള സാധനങ്ങൾ ധാരാളമുണ്ട്, എന്നാൽ അവർക്ക് യാതൊരു ഉപയോഗമില്ല. ആ സാധനങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് കിട്ടേണ്ട കരങ്ങളിൽ തന്നെ എത്തുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇതിലൂടെ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, നമുക്ക് സാധാരണ ഒരു ചാരിറ്റിയൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ധാരാളം പൈസ ചെലവാക്കേണ്ടി വരും. ചിലപ്പോൾ 1000 രൂപ 2000 രൂപ ഒക്കെ ചോദിക്കാറുണ്ട് ഒരു ചാരിറ്റിക്ക്. ഇവിടെ സംബന്ധിച്ചിടത്തോളം, ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കളക്ഷനും ഇല്ല, സാമ്പത്തികമായിട്ടുള്ള യാതൊരു ഇടപാടും ഇല്ല. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള സാധനങ്ങൾ, അത് നിങ്ങളുടെ മനസ്സനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊണ്ടെത്തിക്കുക. എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിമാനിക്കാം, നിങ്ങളും ഒരു ചാരിറ്റി പ്രവർത്തനത്തിൽ പങ്കാളിയാണ് എന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാവുന്നതാണ്. അതുപോലെ എത്രയോ ആൾക്കാർ, വലിയ വലിയ ആൾക്കാർ പല ചാരിറ്റികൾ ചെയ്യുന്നുണ്ട്, വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഇടപാട് ഒന്നുമില്ല. പക്ഷേ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എങ്ങനെ അത് സഹായിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് വളരെ നാളുകൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണിത്. വളരെ നാളുകൾക്ക് മുമ്പ്. ഇപ്പോഴാണ് സമയവും സാഹചര്യവും ഒക്കെ ഒത്തുവന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോപ്പ് വാടകയ്ക്ക് എടുക്കുകയും അതിൻ്റെ റെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയും അതുപോലെ തന്നെ ഈ സാധനങ്ങൾ ഇവിടെ എത്തിക്കുവാൻ പലരും ഇങ്ങോട്ട് സമ്മതം പറയുകയും അതനുസരിച്ച് അവർ ഇവിടെ കൊണ്ട് എത്തിക്കുകയൊക്കെ ചെയ്ത് എല്ലാവരുടെയും ഒരു സഹകരണത്തിന്റെ ഒരു കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയ്ക്ക് തന്നെ പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്, ഷോപ്പ് എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നത്, തുറക്കാൻ ഡിലേ ആവുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാനൊരു കട മാത്രമാണ് ഇത് വാടകയ്ക്ക് എടുത്തത്. ഈ കട എടുത്തതിന് ശേഷം ഇതിനകത്ത് കുറേ പണികൾ ചെയ്യേണ്ടി വന്നു. തറയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിമെന്റ് മാത്രമായിരുന്നു. ഇത് ഷീറ്റൊക്കെ മേടിച്ച് ഇതൊക്കെ ഫിക്സ് ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ ഈ ഹാങ് ചെയ്യാനുള്ള ഈ സാധനങ്ങളൊക്കെ മേടിക്കുകയും, ഇത് രാത്രി പകല് ഞാൻ കോടതി പോകുന്നതുകൊണ്ട് എനിക്ക് സമയം കിട്ടില്ല, രാത്രി ആൾക്കാരെ കൊണ്ടുവന്ന് ഇത് പണിയിപ്പിക്കുകയും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഇത് ഡിലേ ആയിപ്പോയത്. എന്നിരുന്നാൽ തന്നെയും ഇനി അടുത്ത വരുന്ന ദിവസങ്ങളിൽ രാത്രിയൊക്കെ ഇരുന്ന് എൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യുകയും അപ്പുറത്ത് കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അടുക്കി പറക്കി വെക്കുകയും ചെയ്ത ശേഷം ഈ വരുന്ന ഉത്രാടൻ നാളിൽ, അതായത് 25/8/2026 ആ തീയതിയിൽ തന്നെ രാവിലെ ഒരു 10 മണിയോടുകൂടി ഈ സ്ഥാപനം ഓപ്പൺ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുമായിട്ട് സഹകരിക്കുന്ന എല്ലാ ആൾക്കാരും, എന്നെ വിളിച്ചിട്ടുള്ളവരും ഇത് കണ്ട് ആശംസ പറഞ്ഞവരും ഇതിനകത്ത് സാധനങ്ങൾക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞവരൊക്കെ ഈ ദിവസങ്ങളിൽ ആ ദിവസം ഉദ്ഘാടനത്തിൽ എത്തിച്ചേരണം. അതുപോലെ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതിലേക്ക് പോകുന്നെങ്കിൽ ഈ ഷോപ്പ് ഒന്ന് സന്ദർശിക്കണം. നിങ്ങളുടെ കൈവശം ഇതേപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യമുള്ള സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഷോപ്പിൽ കൊണ്ട് എത്തിക്കുക. അവരുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ കുറിച്ച് വയ്ക്കും. അത് ആർക്കാണോ കൊടുക്കുന്നത് അതും രജിസ്റ്ററിൽ നിങ്ങൾ എഴുതി സൂക്ഷിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.